ടെൽ-അവീവ് നഗരത്തിൽ നിലയ്ക്കാത്ത സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊതുഗതാഗത സംവിധാനങ്ങളടക്കം താറുമാറായിരിക്കുന്നു. IRGC ഒന്നുകൊണ്ടും അവസാനിപ്പിക്കില്ല എന്നാണ് നിലവിൽ ഭീഷണി മുഴക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു ഭീതിയുടെ മുനമ്പിലൂടെ കടന്നു പോകുന്നു. അലി ലാരിജാനിയുടെ വധത്തിൻ്റെ പ്രതികാരമായി ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണം. വെറുമൊരു മിസൈൽ ആക്രമണമെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇസ്രയേലിൻ്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ശേഷിയുള്ള, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ വാർഹെഡുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ ഇറാൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കണക്ക് കൂട്ടലുകളെ ഭേദിക്കുന്നവയാണ് ക്ലസ്റ്റർ മിസൈലുകൾ. എന്തുകൊണ്ട് ഇവ അപകടകാരിയാകുന്നു എന്നതുകൂടി പറഞ്ഞതിന് ശേഷം ബാക്കി വിശദവിവരത്തിലേക്ക് കടക്കാം. സാധാരണഗതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുപാഞ്ഞ് ഒരു ആരോ പോലെ എത്തി ഒറ്റ ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് പതിവ് ശൈലിയെങ്കിൽ ക്ലസ്റ്റർ മിസൈലുകൾ, ക്ലസ്റ്റർ ബോംബുകൾ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തുക പോലും അസാധ്യമാണ്. കാരണം ഇതിൻ്റെ വാർഹെഡുകൾ അത് വിഭജിക്കപ്പെടുന്ന കൂർത്ത മുനകൾ മാതിരിയാണ് നിലകൊള്ളുന്നത്. ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടു മുകളിലായി മിസൈൽ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായി പ്രതിരോധ മിസൈലുകൾ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ മുൻഭാഗം പല പങ്കുകളായി മുറിഞ്ഞു മാറുന്നു. അതിനുള്ളിൽ നുറുങ്ങുകണക്കിന് നൂറുകണക്കിന് ബോംബുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വലിയൊരു പ്രദേശത്തേക്ക് തീമഴ പെയ്യിക്കുന്ന പോലെ ഇത് പെയ്തിറങ്ങുന്നു. ഒരു 100 മിസൈലുകളെ ഒരേ സമയം 1 സെക്കൻഡിൽ തടുത്തു നിർത്താനായി അയൺ ഡോമിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഏറെ അപകടകാരികളായി മാറുന്നത്. ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോമിന് കഴിയാതെ പോകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് നമുക്കറിയാം 3 പ്രതിരോധ കോട്ടയാണുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം, ആരോ സംവിധാനം. ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു മിസൈലിനെ തകർക്കാനായി എളുപ്പമാണ്, അതിൽ സംശയമില്ല. എത്ര കരുത്തനെത്തിയാലും അതിനെ നാമാവശേഷമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്നും വിട്ടുമാറുന്ന നൂറുകണക്കിന് കണികകൾ പോലുള്ള ഈ ചെറു ബോംബുകളെ തടയുക എന്നുള്ളത് അസാധ്യമാണ്. ഈ ബോംബ് വർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അത് കനത്തതാണ്, ഭീകരമാണ്. ഇത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ പ്രഹരം നൽകുകയാണ്, ഓവർലോഡ് ജോലി എടുപ്പിക്കുന്നു എന്ന് സാരം. അതുകൊണ്ട് തന്നെ മധ്യ ഇസ്രയേൽ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി ആളുകൾക്കാണ് ഈ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകളും വാർഹെഡുകളും ഒക്കെ തന്നെ പാഞ്ഞെടുത്തപ്പോൾ തടുക്കാനായി ഇസ്രയേൽ ഒന്ന് വിറച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെൽ-അവീവിൽ പലയിടങ്ങളിലായി ആക്രമണം നടത്തുന്നുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിലവിൽ അവകാശപ്പെടുന്നുണ്ട്. മധ്യ ഇസ്രയേലിലെ ഗുഷ്ടാൻ മേഖലയിൽ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രാദേശിക ചാനൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേം പോസ്റ്റ് പറയുന്നതനുസരിച്ച് ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ വളരെ വേഗത്തിലായിരുന്നു ആക്രമണം സംഭവിച്ചത്. കൃത്യമായി ടാർഗറ്റിനെ ലോക്ക് ചെയ്ത് ആക്രമിച്ചുവെങ്കിൽ പോലും അതിൽ നിന്നും വിഘടിച്ചു വന്ന മിസൈലുകളെ തടുക്കാൻ 100% അയൺ ഡോമിന് സാധിച്ചിട്ടില്ല, ആരോ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോളോൺ നഗരത്തിൽ വാഹനങ്ങൾക്കടക്കം വലിയ കേടുപാടുകൾ സംഭവിച്ചു. അതിൽ പലതും അഗ്നിക്കിരയായി തീപിടിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ടെൽ-അവീവ് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനുകളടക്കം ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ഏവരെയും നടുക്കുന്നു. ട്രെയിൻ സർവീസുകൾ അടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യം. ഇനി ഈ ആയുധക്കലവറ അതുതന്നെയാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത്. മൾട്ടി വാർഹെഡ് ഖുറം ഷഹർ 4 എന്നും ഖദർ മിസൈലുകളും അതുപോലെ ഇമാദ്, ഖൈബർ ഷെക്കാൻ പ്രൊജക്ടൈലുകളുമൊക്കെ ഈ ആക്രമണത്തിന് വേണ്ടി ഇറാൻ നിരനിരയായി ഉപയോഗിച്ചു. യാതൊരുവിധ തടസ്സങ്ങളും നേരിടാതെ അധിനിവേശ പ്രദേശങ്ങളുടെ ഹൃദയഭാഗത്തുള്ള 100-ലധികം സൈനിക സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഇത് ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ IRGC പറയുന്നത്. ഖുറം ഷഹർ 4 എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും മാരകമായ ആയുധമാണ്. ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏറ്റവും കരുത്തുള്ളതും ഏറ്റവും അത്യാധുനികവുമായിട്ടുള്ള പതിപ്പ് തന്നെയാണ് ഇതിൻ്റെ 4ാം വർഷം. ഇതിനെ ഖൈബർ എന്നാണ് വിളിക്കുന്നത്. അതിവേഗ പ്രഹരം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഏവരും ഭയപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അന്തരീക്ഷത്തിന് പുറത്ത് ശബ്ദത്തേക്കാൾ 16 ഇരട്ടി വേഗതയിൽ, അതായത് മാച്ച് 16 എന്നാണ് ഇതിൻ്റെ വേഗതയെക്കുറിച്ച് പരാമർശിക്കുന്നത്.
ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ അന്തരീക്ഷത്തിനുള്ളിൽ മച്ച് 8 വേഗത കൈവരിക്കാനായി കഴിയുന്നു. ഇത്രയും വേഗതയുള്ള മിസൈലുകളെ കണ്ടെത്തി ഫലപ്രദമായി തടയാൻ ഒരുപക്ഷെ ചില സമയങ്ങളിൽ റഡാറുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരേ സമയം ഇതിനെ ഭേദിക്കാൻ കഴിയാറില്ല. ഇതിൻ്റെ ദൂരപരിധി എന്നത് തന്നെ 2000 കിലോമീറ്ററാണ്. അതുകൊണ്ട് ഇറാനിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ടാൽ പോലും വളരെ എളുപ്പത്തിൽ ഇസ്രയേലിലെ പല മേഖലകളിലും ഇതിന് പാഞ്ഞെത്താനായി കഴിയും. ഹൈപ്പർഗോളിക് ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വിക്ഷേപണത്തിന് തയ്യാറെടുക്കാൻ കേവലം 12 മിനിറ്റ് മതിയാകുമെന്നുള്ളതാണ് ഇതിനെ ഏറെ അപകടകാരിയാക്കുന്നത്. ഇത് പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് ഇറാനെ സംബന്ധിച്ച് ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് ഖദർ മിസൈലുകൾ. ഖുറംഷഹറിനൊപ്പം തന്നെ ഇറാൻ വിക്ഷേപിച്ച മറ്റൊരു വിഭാഗം മിസൈൽ രൂപമാണ് ഖദർ എന്ന് പറയുന്നത്. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ഇവയ്ക്ക് കൃത്യത അത് വളരെ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. അതിന് പേര് കേട്ടവ കൂടിയാണ്. ലക്ഷ്യസ്ഥാനത്തെ വളരെ കൃത്യമായി ഭേദിക്കാൻ ഇതിന് കഴിയും. ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലാരിജാനിക്ക് പുറമെ തന്നെ മകനും സഹായി അലി റസ ബയാത്ത് ഉൾപ്പെടെ നിരവധി അംഗരക്ഷകരടക്കം കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ പറയുന്നത്. ഇറാനിലെ ബാസിദ് ഫോഴ്സ് കമാൻഡറായിട്ടുള്ള ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇറാൻ പറയുന്നു. സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ലാരിജാനി രക്തസാക്ഷിത്വം കൈവരിച്ചുവെന്ന് പറയുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിനും ഇറാന്റെ പുരോഗതിക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ലാരിജാനി, അദ്ദേഹത്തിൻ്റെ മരണം അതുതന്നെയാണ് ഇറാനെ പിടിച്ചുലയ്ക്കുന്നത്. അലി ലാരിജാനിയുടെ നിര്യാണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അഗാധമായ ദുഃഖമടക്കം ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കാഴ്ചപ്പാടും ഉൾക്കാഴ്ചയും സ്നേഹവുമുള്ള ഒരു നേതാവിനെ തങ്ങൾക്ക് നഷ്ടമായി എന്നാണ് പറയുന്നത്. ലാരിജാനിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ മുർത്തസ ലാരിജാനി, ഓഫീസ് മേധാവി അലിരേസ ബയാത്ത്, അംഗരക്ഷകർ എന്നിവരടക്കം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആക്രമണത്തിൽ ബാസിദ് ഡെപ്യൂട്ടി കമാൻഡർ ഖാസിം ഖുറൈഷിയും കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന. ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രയേൽ ആക്രമണം നടന്ന സമയത്ത് അന്ന് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിശ്വസ്തൻ കൂടിയായിരുന്നു ലാരിജാനി. അതുകൊണ്ട് തന്നെയാണ് ലാരിജാനിയെ ലക്ഷ്യമിട്ടത്. ഇറാൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ബുദ്ധികേന്ദ്രമായി ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിവെച്ച ആക്രമണത്തിൽ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും ഇറാനെ ശക്തമായി മുന്നോട്ട് നയിച്ചതിൽ പ്രധാന ഘടകമായിരുന്നു, ഉൾപ്രേരകമായിരുന്നു ലാരിജാനി. അതുകൊണ്ട് തന്നെ ലാരിജാനിയുടെ തലയ്ക്ക് നേരത്തെ അമേരിക്ക ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.